somos, per plateaspes resonat inter domus, omnis pulsus, omnis pars, Christum resonamus in omni corde sumus eco, fulgentes clare, noctem accendimus una luce rara, cum spiritu qui non discedat amorem resonamus in omni corde Aspes resonat inter domus, omnis pulsus, omnis pars, Christum resonamus in omni corde sumus eco, fulgentes clare, noctem accendimus una luce rara, cum spiritu qui non discedat amorem resonamus in omni corde പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഒരു നിധിയെ തേടിയാണ് നടക്കുന്നത്. ആ നിധി നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കണം, സമാധാനവും ആനന്ദവും നൽകണം. പലപ്പോഴും നമ്മൾ ആ നിധി ധനത്തിൽ, പദവിയിൽ, ബഹുമതിയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്നു. നാം പകൽ രാത്രിയില്ലാതെ അതിനായി ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ശൂന്യതയും അസ്വസ്ഥതയും നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? കാരണം ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന നിധി പുറത്തുള്ള വസ്തുക്കളിൽ അല്ല, ഉള്ളിലെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സത്യകഥ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കൊൽക്കത്തയിലെ തെരുവുകളിൽ മാണിക് ദാസ് എന്നൊരു റിക്ഷാ ഡ്രൈവർ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം കഠിനതകളും പോരാട്ടങ്ങളും നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ തെരുവിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് കുടുംബത്തെ സഹായിക്കുകയായിരുന്നു. ഒരു ദിവസം ആ മാലിന്യത്തിനിടയിൽ അവൻ ഒരു പഴയ കീറിപ്പോയ പുസ്തകം കണ്ടെത്തി, ബൈബിളിന്റെ പുതിയ നിയമം. അതിന്റെ താളുകൾ ചിതറിപ്പോയതായിരുന്നു, പക്ഷേ അതിന്റെ ഉള്ളിൽ ജീവന്റെ വെളിച്ചം ഒളിഞ്ഞിരുന്നു. മാണിക് അപ്പോൾ ക്രിസ്ത്യാനിയല്ലായിരുന്നു, പക്ഷേ ഹൃദയത്തിന്റെ ഏതോ കോണിൽ ഒരു ഉത്തരം തേടിയിരുന്നതായിരിക്കാം. അദ്ദേഹം ആ പുസ്തകം വീട്ടിലേക്ക് കൊണ്ടുപോയി എണ്ണദീപത്തിന്റെ വെളിച്ചത്തിൽ വായിക്കാൻ തുടങ്ങി. ക്രമാതീതമായി യേശുവിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിയാൻ തുടങ്ങി. വരണ്ട മണ്ണിൽ മഴയുടെ തുള്ളികൾ വീഴുന്നതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്നേഹവും പ്രത്യാശയും ആത്മഗൗരവവും വീണു. ഒരു വർഷം മുഴുവൻ മാണിക്കും അദ്ദേഹത്തിന്റെ കുടുംബവും ആ പുസ്തകം വായിച്ചു, അതിൽ ആലോചിച്ചു, പ്രാർത്ഥിച്ചു. ഒടുവിൽ അവർ ക്രിസ്ത്യാനികളായി ബാപ്തിസ്മ സ്വീകരിച്ചു. മാണിക് പറഞ്ഞു, ഞാൻ മാലിന്യത്തിൽ ഒരു നിധി കണ്ടെത്തി. ആ നിധി എന്റെ കൈകൾ സ്വർണം കൊണ്ടു നിറച്ചില്ല, എന്റെ ആത്മാവിനെ സമാധാനത്തോടെ നിറച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറഞ്ഞത് ഇതാണ്: സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി പോലെയാണ്. ഒരാൾ അതിനെ കണ്ടെത്തുന്നു, തന്റെ മുഴുവൻ സ്വത്തും വിറ്റ് ആ വയൽ വാങ്ങുന്നു. ഒരു വ്യാപാരി വിലയേറിയ മുത്ത് തേടുന്നു, അത് കണ്ടെത്തുമ്പോൾ തന്റെ മുഴുവൻ സ്വത്തും വിറ്റ് ആ മുത്ത് വാങ്ങുന്നു. ഈ രണ്ടു കഥകളിൽ ഒരാൾക്ക് നിധി അപ്രതീക്ഷിതമായി കിട്ടുന്നു, മറ്റൊരാൾക്ക് അതിനെ തിരഞ്ഞു കിട്ടുന്നു. പക്ഷേ ഇരുവരുടെയും പ്രതികരണം ഒരേതാണ്: പൂർണ്ണ സമർപ്പണവും സത്യമായ ആനന്ദവും. ഈ സന്ദേശം നമ്മോട് പറയുന്നു, സ്വർഗരാജ്യം ദൂരെയല്ല, അതിവേഗം നമ്മുടെ ജീവിതത്തിൽ തന്നെ ആരംഭിക്കാം. സ്നേഹം, നീതി, കരുണ, സമാധാനം ഇവയെ സ്വീകരിച്ചാൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യത്തെ അനുഭവിക്കാം. സന്ത് ഓഗസ്റ്റിൻ എഴുതിയിട്ടുണ്ട്, ദൈവം ഉള്ളവനു എല്ലാം ഉണ്ട്, എല്ലാം ഉള്ളവന് ദൈവം ഇല്ലെങ്കിൽ അവന് ഒന്നും ഇല്ല. മോശെ ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ച് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിച്ചു. ആ പ്രകാശം പുറത്തു കാണപ്പെടുന്നതാണ്, പക്ഷേ അതിന്റെ ഉറവിടം ഉള്ളിലെ ആഴത്തിലുള്ള മാറ്റമാണ്. നമ്മിൽ ഓരോരുത്തരും ജീവിതത്തിൽ വിവിധ നിധികളെ തേടുന്നു. വിദ്യാഭ്യാസത്തിൽ നിന്ന് ബഹുമതിയിലേക്ക്, ധനത്തിൽ നിന്ന് സുരക്ഷയിലേക്ക്, ബന്ധങ്ങളിൽ നിന്ന് സ്നേഹത്തിലേക്ക്. പക്ഷേ നാം സത്യത്തിൽ തയ്യാറാണോ നമ്മുടെ അഹങ്കാരവും മോഹങ്ങളും ദുഷ്പ്രവൃത്തികളും ഉപേക്ഷിക്കാൻ? അതിനാൽ നാം ആ സത്യനിധിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ യേശുവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികളായേനെ. ഈ വാക്കുകൾ മതത്തിനായി മാത്രമല്ല, ഓരോ മനുഷ്യനുമുള്ളതാണ്. നമ്മുടെ ജീവിതം സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉദാഹരണമാണോ? സന്ത് ഇഗ്നേഷ്യസ് പറയുന്നു, പ്രഭുവേ, എന്റെ സ്വാതന്ത്ര്യം, എന്റെ ഓർമ്മ, എന്റെ ബുദ്ധി, എന്റെ ഇച്ഛ, ദത നിനക്കായി സമർപ്പിക്കുന്നു.
എനിക്ക് നിന്റെ സ്നേഹവും കൃപയും മാത്രം മതിയാകുന്നു. ഈ സമർപ്പണമാണ് സത്യനിധിയിലേക്കുള്ള താക്കോൽ. ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥന, മറ്റുള്ളവരെ സേവിക്കുക, സത്യത, ഇവയാണ് ആ സത്യനിധിയിലേക്കുള്ള വഴി. ഓരോ ദിവസവും നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ ശരിക്കും ആ നിധിയെ തേടുന്നുണ്ടോ? അത് ശരീരത്തെക്കാൾ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നോ? എന്റെ ജീവിതത്തിൽ അത്തരം മൂല്യങ്ങളുണ്ടോ? മറ്റുള്ളവർക്കും വെളിച്ചമായി എത്തുന്നോ? നാം ഇന്ന് ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിലെ സത്യനിധിയെ തിരിച്ചറിയുക, ഉള്ളിലെ തടസ്സങ്ങളെ ഉപേക്ഷിക്കുക, പൂർണ്ണഹൃദയത്തോടെ ദൈവരാജ്യത്തിനായി ജീവിക്കുക. സ്നേഹത്തിന്റെയും കരുണയുടെയും സേവനത്തിന്റെയും വഴിയിലാണ് നാം നടക്കേണ്ടത്. എപ്പോഴും ഓർക്കുക, സത്യനിധി അതാണ്, ആത്മാവിന് സമാധാനവും ലോകത്തിന് വെളിച്ചവും നൽകുന്നത്. ആമേൻ. Lute crepuscoli, genufletti humilis, candela micat, spesso bresit in face dulcis. Maria, pontem inter caos mane descans, omni precatione manus nostras, in suis manibus tenens. Vox eius expulsus, cor quod simul ferit, in vis urbis, amore eius spirat et alit. Per umbras et lumen, per dolorem ducit ite. Maria via brevissima, ad gratiam nos rapit ite. Cum uno ave mundus Paulis per cui essit, infideic horo, ipsa est causa quere fulget. Maria, simplicissima, tutissima, via veritatis, in amplexus suo robur invenimus, in difficultatibus. Cum uno ave mundus Paulis per cui essit, infideic horo, ipsa est causa quere fulget. Maria, simplicissima, tutissima, via veritatis, in amplexus suo robur invenimus, in difficultatibus.